സാധാരണ ഒരു കസ്റ്റമർ വീട് പണി പൂർത്തിയായതിനു ശേഷമാണ് റിവ്യൂ തരുന്നത്. പക്ഷേ തേജസിൻ്റെ ഒരു കസ്റ്റമർ പകുതി പണി കഴിഞ്ഞപ്പോഴേക്കും ഒരു റിവ്യൂ പറഞ്ഞതായി അറിഞ്ഞു. നമുക്ക് ചോദിച്ചു നോക്കാം. ജിജിൻബ്രോ, സുഖം. എന്തൊക്കെയുണ്ട് വിശേഷം? എങ്ങനെയുണ്ട് അവിടെ കാര്യങ്ങളൊക്കെ? വർക്കൊക്കെ നന്നായിട്ട് പോകുന്നു? വേറെ വേറൊന്നും പ്രശ്നമൊന്നുമില്ലല്ലോ? പ്രശ്നമായിരുന്നു, നിങ്ങളെ ബാധിച്ചിട്ടില്ല. ഓക്കെ, വർക്ക് കാര്യങ്ങളൊക്കെ ദൈവം സഹായിച്ച് നന്നായിട്ട് പോകുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? ഡയറക്റ്റ് വന്ന് നേരെ ഇവിടെയാണ് വന്നതല്ലേ? വന്ന് കണ്ടിട്ട് എന്ത് തോന്നി? അന്ന് കണ്ട് നമ്മൾ പ്രതീക്ഷനെക്കാട്ടി നല്ല മനോഹരമായി വെച്ചിട്ടുണ്ട്. അതാണ് ഞാൻ ഫോൺ വിളിച്ചപ്പോൾ തന്നെ നമുക്ക് സന്തോഷം നേരെ പ്രകടിപ്പിച്ചത്. എന്താ പറയുന്നു? വന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മള് ലാസ്റ്റ് നമ്മൾ വന്ന് കണ്ടപ്പോൾ മുകളിലൊന്നും കയറാൻ പറ്റിയില്ല. അപ്പൊ വന്ന് കണ്ടപ്പം സത്യം നല്ല സന്തോഷം ഉണ്ടായിരുന്നു. കാരണം നമ്മളെ വീട് പെട്ടെന്നായി. ആ ഒരു സ്പേസ് ഒക്കെ ഫീൽ ചെയ്യും. നമ്മൾ ഡ്രോയിങ് ചെയ്തപ്പോഴത്തേക്ക് ഇത് സ്പേസ് ഉണ്ടാവും. കുറെ പ്രതീക്ഷയില്ല. പല ഏരിയയിലും എനിക്കും കൺജഷൻ തോന്നിയിരുന്നു. പക്ഷെ ഡയറക്റ്റ് വന്ന് കണ്ടപ്പോൾ നമ്മളും ഇത് ശരിയാണ്, ഓക്കെ ആണ്, ഞാൻ വിചാരിച്ചാണ് കല്ല. ഞാൻ അവിടെ നിന്നിട്ട് വരാൻ നേരത്ത് ഫസ്റ്റ് ഫ്ലോറിൽ എനിക്ക് ഈ ഏരിയക്ക് ചെറിയ കൺജഷൻ ഉണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ നേരിട്ട് കണ്ടപ്പോൾ അല്ല, കൺജഷൻ അല്ല, നല്ല സ്പേസ് ഉള്ളതാണെങ്കിൽ എനിക്ക് തോന്നുന്നു. അതുപോലെ നമ്മൾ ബാൽക്കണിയൊക്കെ അന്ന് നമ്മൾ വേറെ 2 ഡോറൊക്കെ കൊടുക്കണമെന്ന് പറഞ്ഞതൊക്കെ ഒഴിവാക്കി അവരൊറ്റ സ്പേസ് ആക്കിയതൊക്കെ ഉപയോഗപ്പെട്ടു. പിന്നെ ഡബിൾ ഹൈറ്റ് ചെയ്തത് അതെ 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 നല്ല മനോഹരമായിട്ടുണ്ട്. അതെ, ഫസ്റ്റ് വർക്ക് വരുമ്പോൾ എന്തായാലും പുതിയൊരാളായിരുന്നു നിങ്ങൾ. നമുക്ക് നല്ലൊരു പരിചയമില്ലായിരുന്നു. പക്ഷെ ഒരു വിശ്വാസത്തിന്റെ പേരിൽ നിങ്ങൾ ആ വർക്കും പ്രൊജക്റ്റും കണ്ടോളൂ നമ്മൾ തന്നു. പക്ഷെ അത് നിങ്ങൾ അത്രയ്ക്ക് ആ വിശ്വാസം നിങ്ങൾ ഉറപ്പ് കൂട്ടി നമുക്ക് മനോഹരമായിട്ടൊരു വീട് നിർമ്മിച്ച് തരുന്നുണ്ട്. വർക്ക് തരുന്നുമ്പോൾ നമ്മൾ ഒരുപാട് എൻക്വയറി പുറത്ത് ചെയ്തിട്ടാണ് ലാസ്റ്റ് വിഷ്ണുവിന്റെ അടുത്ത് എത്തിയത്. പക്ഷെ വർക്ക് തന്നതിന് ശേഷം നമ്മൾ കൂടുതൽ അന്വേഷിക്കാനോ ഒന്നും പറയാനില്ല. ഫുള്ള് വിഷ്ണുവിന്റെ കയ്യിൽ തന്നെ നമ്മൾ തന്നു. കാരണം ആ വിശ്വാസം നമുക്ക് വന്നു. അതെ അതെ, ഓപ്പണായിട്ട് സംസാരിക്കാൻ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ കറക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മളിപ്പോ എന്ത് പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ വിഷ്ണു ബ്രോ ഓക്കെ എന്ന് തന്നെ പറയുന്നുണ്ട്. ചെയ്തു പോയി, ഇനി പറ്റുന്നില്ല എന്ന് പറയുന്നില്ല. അതാണ് നമുക്ക് ഇത്തിരി കൂടെ സന്തോഷം. അതെ അതെ.